പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലുള്ളവരെ എനിക്ക് ടേക്ക് കെയർ ചെയ്യണം. അതിനുള്ള ഒരു ഞാൻ റീലൊക്കെ ചെയ്യുമായിരുന്നു ആദ്യം. പിന്നെ വീണ് കഴിഞ്ഞപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ പുറത്തേക്ക് പോകാൻ തന്നെ ഞാൻ ആദ്യമൊക്കെ മടിച്ചായിരുന്നു. കാരണം ഞാനിങ്ങനെ വീൽ ചെയറിലൊക്കെ പോകണ കാണുമ്പോൾ എല്ലാവരും ഇവക്ക് എന്തിൻ്റെ കേടാന്ന് അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ എൻ്റെ അനുഭവം റീലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അത് കുറേ അക്സെപ്റ്റൻസ് കിട്ടി. പിന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇൻസ്പയറായി, ഞാനും നിങ്ങളെപ്പോലെ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു പ്രൗഡ് തോന്നി. കാരണം നമ്മൾ കാരണം മറ്റൊരാൾ ശരിക്കും പുറത്തേക്ക് ഇങ്ങനെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഹൈഡ് ചെയ്ത് വെക്കുക, അവരുടെ ഡിസബിലിറ്റി ഹൈഡ് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ മറ്റുള്ളവർ കണ്ട് അവരുടെ സഹതാപം കിട്ടണ്ടെന്നുള്ളു. ശരിക്കും അത് സഹതാപമല്ല, അവർക്ക് നമ്മളോട് തോന്നുന്നൊരു പ്രൗഡാണ്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് അവർ സ്ട്രഗിൾ ചെയ്ത് വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്തിരുന്നിട്ട് നമ്മളുടെ മാക്സിമം എൻജോയ്മെൻറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമേ ആ ഹാപ്പിനെസ് കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യണ കാണുമ്പോൾ മറ്റൊരാൾ കാണുമ്പോൾ അവർക്കും കൂടി എനിക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റൊരാൾക്കും കൂടി ഹാപ്പി കൊടുക്കുകയാണ്. ആ ഒരു ഇതിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഹൈഡ് ചെയ്തിരിക്കുന്നതൊക്കെ മാറി പബ്ലിക്കിലേക്ക് വരാൻ തുടങ്ങി. അത് എനിക്ക് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടി. നടികർ മൂവിയുടെ പ്രൊമോഷനൊക്കെ എനിക്ക് ഗസ്റ്റായിട്ട് ഇൻവിറ്റേഷൻ കിട്ടി. അങ്ങനെ കുറേ ഞാൻ ശരിക്കും നോർമലായിട്ടിരുന്നതിനേക്കാളും എൻ്റെ ഒരു വേർഷനെ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റി എൻ്റെ ഈ ഒരു അവസ്ഥ കൊണ്ട്.